ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് എലക്ഷൻ പ്രചരണ കോമഡികൾ കാണാം ഗൈസ്. ലാസ്റ്റ് ഡേ ഓഫ് എലക്ഷൻ പ്രചരണം ഇന്നാണ്, കലാശക്കൊട്ട് ഇന്നാണ്. മേ ബി നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ സ്പോൺസേർഡ് ബൈ അഖിൽ മാരാർ, നമ്മുടെ സ്വന്തം അഖിൽ മാരാർ. ബിഗ് ബോസ് താരമായിട്ടുള്ള അഖിൽ മാരാർ തൃക്കാക്കരയിലാണ് മത്സരിക്കുന്നത്. മാരാർക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ മാരാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ മാരാറുടെ PR ആണെന്നൊന്നും പറഞ്ഞേക്കരുത്, എനിക്കത് മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. സോ മേ ബി ചിലപ്പോൾ ആൾക്കാർ വരും, നീ മാരാറുടെ PR അല്ലയോടാന്ന് പറഞ്ഞിട്ട് വേണേൽ വരും. സോ ദൈവത്തെ ഓർത്ത് ഞാൻ മാരാറുടെ PR പണി എടുക്കാൻ വേണ്ടി വന്നതല്ല, മാരാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും അല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഗായ്സ്. ഇന്നലെ മാരാറുടെ ഒരു തീപ്പൊരി സാധനം സുരേഷ് ഗോപിയുടെ കൂടെ മറ്റേ റോഡ് ഷോ നടത്തുന്ന സമയത്ത് മാരാര് പറഞ്ഞ ഒരു തീപ്പൊരി ഐറ്റം, രോമം എണീറ്റ് ഇങ്ങനെ നാടിയത് കണ്ടപ്പം ഞാൻ വെക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിൽ എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, തുടക്കം കുറിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വീകരണത്തിന് 1000 നന്ദി അറിയിച്ചുകൊണ്ട് റിപ്പോർട്ടറിലെ അരുൺകുമാർ മാരാറ് മുന്നിലാണെന്ന് വായിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മിക്കവാറും വായിക്കുന്ന അതേ നിമിഷം തന്നെ മാരാറെ തോപ്പിച്ച് തൊട്ടടുത്ത സ്ഥാനാർത്ഥി മുന്നിലെത്തിയിരിക്കുന്നു എന്ന് വായിക്കാനുള്ള ഒരു അവസരം അരുൺകുമാർ എണ്ണ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു വട്ടമൊക്കെ ഇതൊന്ന് മുന്നിൽ വന്നാൽ മതിയായിരുന്നു. ഒരു തവണ പോലും മുന്നിലൊക്കെ വരാതെ തോറ്റു കഴിഞ്ഞാൽ മാരാറെ നാണക്കേടാണ് കേട്ടാ, അല്ലേ തന്നെ നാണക്കേടാണ്. നീ BJP ചേർന്നപ്പോ തന്നെ നാണക്കേടാണ്. എന്താണെങ്കിലും അരുൺകുമാർ എണ്ണൻ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. പിന്നെ അടുത്തിരിക്കുന്ന സുരേഷ് അണ്ണനാണ്. സുരേഷ് അണ്ണനെ പറ്റി 2 വാക്ക് പൊക്കി പറയണമല്ലോ. ആരാറ് പിന്നെ സുഖിപ്പിക്കാൻ ആരാ മുതല്, അതോടൊന്ന് കേൾക്കാം. ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ഏറെ സ്നേഹത്തോടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ എല്ലാ കാലത്തും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജിനൊരു റിപ്ലൈ പോലും തന്നില്ലെങ്കിലും ആ നിമിഷം തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ഒരു റിപ്ലൈ പോലും കൊടുത്തില്ല, ആ നിമിഷം തന്നെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ എത്രയോ വീഡിയോയിൽ സുരേഷ് അണ്ണന്റെ പുറയിൽ അമ്മമാരും ഇവന്റെ കത്തുമായിട്ട് നടക്കുന്ന കണ്ട് അവർക്കങ്ങ് ഒരു പരിഹാരവും അണ്ണൻ ചെയ്തു കൊടുക്കുന്ന നമ്മൾ കാണുന്നില്ല. ചെയ്യുന്നുണ്ടായിരിക്കും, രഹസ്യമായിട്ടായിരിക്കും. അപ്പം സുരേഷ് അണ്ണനെയും പറ്റി പൊക്കി അടിച്ചിരിക്കുകയാണ്. ഇതിന് 2 ദിവസം മുമ്പ് വേറെ സംഭവം നടന്നു. പ്രചരണത്തിനിടയിൽ പടക്കം പൊട്ടിച്ച് വഴി കൂടെ യാത്ര ചെയ്ത സ്കൂട്ടറുകാരൻ നെഞ്ചത്തിട്ട് വരെ അഖിൽ മാരാർ ആൻഡ് ടീം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്നുള്ളതാണ്. വീഡിയോ കാണാം. നല്ല വിവരമുള്ള അണികളാണ് കൂടെ, അത്രയും ആളുകൾ അവിടെ നിൽക്കുകയാണ്. അവരുടെ മൂട്ടിക്കൊണ്ടിട്ട് പടക്കം പൊട്ടിച്ച് ഇത് കേക്കില്ല. അല്ലല്ല, ഇതിപ്പോ ജയിക്കുന്നതിന് മുമ്പേ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി അവന്മാരെ അവിടെ നിൽക്കുന്നവന്മാരെ അണികളെ പറഞ്ഞിട്ട് എന്തെടുക്കാനാണ് മാരാറുടെ, എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ മാരാറുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ ആ നിമിഷം അണികളെ മാരാറ് വഴക്ക് പറയുന്നു? അല്ല, അപ്പം മാരാർ അറിയാതായിരുന്നു ഈ പടക്കം ഉമ്മാര് കൊണ്ടുവന്നത്. നാളെ ഉമ്മാര് മാരറിയാതെ വല്ല ഗുണ്ടോ ബോംബോ വല്ലതും കൊണ്ടുവന്നാൽ പോലും മാരാർ അറിയത്തില്ലല്ലോ. 4, 3, 7 പേരെയുള്ള അണികളായിട്ട് അവരെ പോലും നിലക്കി നിർത്താൻ പറ്റാത്ത മാരാർ എങ്ങനെയാണ് മാരാറെ ഒരു മണ്ഡലമൊക്കെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വലിയ ടാസ്ക് അല്ലേ? അപ്പൊ പിന്നെ തോക്കുന്നതാണ് നല്ലത്. വഴിയെ പോകുന്ന ആൾക്കാർക്ക് പോലും രക്ഷയില്ല എന്നുള്ളതാണ്. പ്രചരണം ഇങ്ങനെയാണെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എന്താ ജയിക്കത്തില്ല, വേറെ ആയിരിക്കും. ഇനി അടുത്തത് മോദിജിയുടെ പൈൽസ്. അല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ് മാരാറ് ഉദാഹരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥാനത്തെ ഉദാഹരണമാണ്. ഉദാഹരണം കേറി അങ്ങ് രാഹുൽ ഗാന്ധിയുടെയും മോദിജിയുടെ ഒക്കെ പൈൽസി വരെ ഉദാഹരണം ചെന്നു എന്നുള്ളതാണ്. 52 വയസ്സ് വരെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന ഒരു മനുഷ്യൻ നടന്നു കയറിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. ഇന്ന് ഈ രാജ്യത്തെ 13 വർഷമായിട്ട് നയിക്കുന്ന ഭാരതത്തിന്റെ പ്രധാന നോക്കിയതാണ്. പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ തന്നെ പിടിച്ച് മുഖ്യമന്ത്രി
52 വർഷം വരെ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ അത് അയാൾ ഈ രാജ്യത്തെ ജനത്തെ അറിഞ്ഞു, ഈ രാജ്യത്തിന്റെ സംസ്കാരം മനസ്സിലാക്കി, ഈ രാജ്യം ഒട്ടാകെ സഞ്ചരിച്ചു. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന് ഈ രാജ്യത്തെ ജനതയെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതേസമയം സുഖ സൗകര്യങ്ങളുടെ എല്ലാത്തിലും നിന്ന് ജീവിച്ച് ജീവിതത്തിൽ ഒരു എന്താ പറയുന്ന ഒരു ഭക്ഷണത്തിന്റെ പോലും വയറ്റിൽ ഒരു ഭക്ഷണം. ഞാനൊക്കെ കുട്ടിക്കാലത്ത് എരികൾ ധാരാളമുള്ള ഭക്ഷണം കഴിച്ച ഒരാളാണ്. എനിക്ക് പിൽക്കാലത്ത് അൾസറും പൈൽസും പോലെയുള്ള അസുഖങ്ങൾ എന്നെ ബാധിക്കാനുള്ള പ്രധാന കാരണം കുട്ടിക്കാലത്ത് ഒന്നും കഴിക്കാനില്ലാത്തവൻ ഒരുപാട് മുളകും ചോറും വെളിച്ചെണ്ണയും ചേർത്ത് ഭക്ഷണം കഴിച്ചവന്റെ വയറും കുടലുമൊക്കെ നശിച്ചു പോയതിന്റെ വേദന എനിക്കറിയാൻ പറ്റും. ഈ വേദന, അതായത് ഒരു ഭക്ഷണം കഴിച്ചാൽ വയറിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പോലും അറിയാതെ ജീവിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ജനിച്ചു വളർന്ന രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു പോകുന്നതും നരേന്ദ്രമോദി വിജയിച്ചു കയറി വരുന്നതും. അപ്പം മാരാർ പറഞ്ഞു വരുന്നത് പൈൽസ് ഉള്ളവനെ ഇന്ത്യയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ മാരാർക്ക് പൈൽസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് മാരാറെ വിജയിപ്പിക്കണം. പൈൽസ് ഉള്ളവന്റെ വേദന മാരാർക്ക് മനസ്സിലാവും. അതുപോലെയാണ് ബാക്കിയുള്ള നാട്ടുകാരുടെയും വേദന. ചുമ്മാതല്ല പുള്ളി 10 പ്രസ് മീറ്റ് ഒന്നും കൊടുക്കാതെ. ഇനി പൈൽസിന് ശരിക്കും പൈൽസ് വല്ലതും വന്നിട്ടുണ്ടോ പുള്ളിക്ക്? ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ല. അങ്ങനെ പണ്ടങ്ങാണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുള്ളതാണ്. പിന്നെ ബാക്കി മൊത്തം പുള്ളി നിന്നിട്ടുള്ള പരിപാടിയായിരുന്നു. പ്രസ് മീറ്റും കൊടുക്കാറില്ല. ഇനി അഖിൽ മാരാറിന്റെ വെറും ഒരു വാഗ്ദാനം കാണാം ഗൈസ്. വഴിയിൽ കൂടെ പോകുന്നവർക്കും വാഗ്ദാനം. ആരാന്നറിയാവോ? അങ്കിളാ. ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ബസ്സോ? ബസ്സിലോട്ട് അതൊക്കെ നമുക്ക് പരിഹരിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. ഈ ആരെങ്കിലും എന്റെ കൂട്ടുകാരനെ കൊണ്ടെങ്കിലും ഒരു ബസ് മേടിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ. തമാശിച്ചാണോ അത് കാര്യമായിട്ട് പറഞ്ഞാണോ? കൂട്ടുകാരനെ കൊണ്ടെങ്കിൽ വണ്ടി മേടിക്കാന്ന്. കൂട്ടുകാരന്മാരെ കുറെ വീർഗോലും ഇങ്ങനെയാണെങ്കിൽ കേട്ടറിഞ്ഞൂടെ? വെറും വാഗ്ദാനം. ഒന്നും പറയാ കൂട്ടുകാരനെ കൊണ്ടെങ്കിലും ഭയങ്കര വാഗ്ദാനം. പൊന്നാ, ഇതും പോരാഞ്ഞിട്ട് പുള്ളി വോട്ട് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വോട്ട് ചോദിച്ചിട്ട് ഞാൻ വരൂല. വോട്ടർ ആരാണോ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുമായിട്ട് തർക്കം. നിങ്ങൾ മാത്രം പാരമ്പര്യം ഉണ്ട് അവർക്ക്. നിങ്ങളുടെ പാരമ്പര്യം ഉണ്ടാവണം. ഞാൻ ഫുള്ള് പറഞ്ഞത് ഇവരെയൊക്കെ ഓടിക്കുന്നു. അണ്ണന്റെ മുണ്ട് കണ്ട് അറിഞ്ഞൂടെ അണ്ണൻ ആരാണെന്ന്? അണ്ണൻ തിരിച്ചു വെച്ചിട്ട് നിന്റെ പാരമ്പര്യം എന്താണെന്ന്. അങ്ങനെയുള്ള ഡയലോഗ് ഒന്നും അടിക്കുന്നുണ്ട്. ഇവിടെ പാരമ്പര്യം നോക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വരെ മാറ്റേണ്ടി വരും. കേരളത്തിൽ CPM-ന്റെ അടികൊണ്ട് തലപൊട്ടിയ എത്ര പാർട്ടിക്കാർക്ക് എന്നറിയാം? CPM-കാർക്കും അടികൊണ്ടുണ്ടല്ലോ. 200 ചില്ലാൻ പേരല്ലേ നിങ്ങൾ മാത്രം ഒരു 30 സെക്കൻഡ് കൊടുക്കണ്ണ മാരാർക്ക്. മാരാരൊന്ന് പറയട്ടെ. അതാ ഞാൻ തിരിച്ചു ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് പറയുന്നത് ഫുള്ള് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഫുള്ള് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേൾക്കണം. ചോദ്യമല്ലേ ചോദിച്ചത്? എന്താണ് രാഷ്ട്രീയ പാർട്ടിയാണ് ചോദിച്ചത്? 2003 കോൺഗ്രസിന്റെ ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറി 13 കേസ് എടുത്ത് അന്ന് പഞ്ചായത്തിലും ജില്ലയിലും പലവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് മാരാറുടെ പ്രചരണം. ഏതെങ്കിലും കാൻഡിഡേറ്റ് ഒരു വീട്ടിൽ ചെന്നിട്ട് വോട്ടറുമായിട്ട് കടന്ന് ബഹളം വെക്കുന്ന കണ്ടിട്ടുണ്ടോ? പക്ഷെ തൃക്കാക്കരയിൽ ഇത് നടക്കും. മാരാറ് ഇത് നടത്തും. ചോദിച്ചിട്ടങ്ങ് പോയാ പോരേടേ, എന്തിനാടേ ഇങ്ങനെ? പിന്നെ ചെന്നവനും നിന്നവനും ഒക്കെ കണക്കായിട്ട് പിന്നെ കുഴപ്പമില്ല. ഇതിനകത്ത് ആരുടെയും പേര് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ട് മാരാറ് പല ടെക്നിക്കുകളാണ് ഈ വോട്ട് പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രശസ്ത സ്വർണ്ണക്കടയിലെ കലാകാരനായിട്ടുള്ള ജോണി അച്ചായന്റെ ഒരു ടെക്നിക്കാണ് അടുത്തത് മാരാറ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതും പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിലെ ഒരു വീടാട്ടാ. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോക്ക് BGM മസ്റ്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ടോണ് മസ്റ്റ് ആണ്, ഫേഷ്യൽ എക്സ്പ്രഷൻ മസ്റ്റ് ആണ്, എല്ലാം മസ്റ്റ് ആണ്. അച്ചാൻ ഇൻസ്പിറേഷൻ. പേടിയുണ്ടോ? എല്ലാവർക്കും പേടിയാണ്. അതാണ് ആരും മിണ്ടത്തില്ല. ഇനി പേടിക്കണ്ട. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റക്ക്. ഇനി പേടിക്കണ്ട. കുഴപ്പല്ലേ? അത്രയും മതി. മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഒരു സഹോദരൻ ഉണ്ടെന്ന് ചിന്തിച്ചോട്ടെ. അത്രയും മതി. സഹോദരൻ ഇത്രയും നാളെ എവിടെ പോയിരുന്നു സഹോദര? ഇലക്ഷൻ ആയപ്പോഴാണോ പെങ്ങന്മാരെ കാണാൻ ഇറങ്ങിയത്? 10 പേര് താമസിക്കുകയാണെന്ന്. 10 പേര്. ഇതിനകത്ത് ഞങ്ങൾ 10 പേരുണ്ട്. ഞങ്ങൾ കൊച്ചുങ്ങൾ ഉൾപ്പെടെ 10 പേരെ ഈ വീട്ടിൽ താമസിക്കുന്നത്. അച്ചായൻ ടെക്നിക്. ഇത് അച്ചായൻ നടത്തി വിജയിപ്പിച്ച ടെക്നിക്കാണ്. ഇതിനകത്ത് വീഴും, ആളുകൾ വീഴും, ഉറപ്പായിട്ടും വീഴും. പക്ഷെ വോട്ടായിട്ട് മാറുന്ന സംശയമാണ്.
അല്ല ഇതും കൂട്ടുകാരന്റെ തലയിലായിരിക്കുമോ മാരാറെ? അല്ല ബസ് കൂട്ടുകാരന്റെ തലയിൽ ഇട്ട് കൊടുത്ത് ഇനി ഇതും കൂടെ കൂട്ടുകാരന്റെ തലയിൽ. അച്ചായനെ പോലെ ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ കുറച്ച് വോട്ട് കിട്ടും. അപ്പൊ മാരാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും ശോകമാണ് BJP ഭരിക്കുന്ന പല നമ്മുടെ സംസ്ഥാനങ്ങളുടെ അവസ്ഥ. ഇതിനേക്കാളും ശോകമാണ്. ഇനി അടുത്തതായി മാരാറുടെ ഒരു മുണ്ടൂർ പ്രസംഗം കാണാം ഗായ്സ്. മുണ്ടൂർ പ്രസംഗം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു. അണ്ണ ഇതൊക്കെ ഇങ്ങക്ക് പറയാനുള്ള ഇത് സിനിമ പ്രൊമോഷൻ അല്ല അണ്ണേ. പണി സിനിമയിലെ ഡയലോഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരുവാടേ. തുണിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പൊളിഞ്ഞു വരുന്നു താണ്ട് പൊളിഞ്ഞു വീണെന്ന് പറഞ്ഞപ്പോ തന്നെ മുണ്ട് താണ്ട് പൊളിഞ്ഞു താഴെ വീണു. എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട BJP-ക്കാരെ, പ്രിയപ്പെട്ട പൊളിഞ്ഞ് അണ്ണന്റെ പ്രസംഗം കേട്ട് മുണ്ടിന് വരെ നാണം കെട്ട് തൊലി ഉരിഞ്ഞത് താഴെ വീണതാ. എന്തോ പറയാനാ മാരാറുടെ ഒരു അവസ്ഥ നോക്കണേ. മര്യാദക്കൊന്ന് പ്രസംഗിക്കാൻ പോലും മുണ്ട് പോലും സമ്മതിക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രിയപ്പെട്ട BDJS-കാരെ, എനിക്കൊപ്പം അണിനിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദിയും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ മുതൽ മുണ്ടൊരു കൈ പിടിച്ചിട്ടാണ് പ്രസംഗം. അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം കേൾക്കേണ്ടി വന്നേനെ വിട്ടിരുന്നു. അണ്ണൻ തന്നെ രാത്രി കല്യാണത്തിനല്ലോ പോന്ന കസവിന്റെ മുണ്ട്, മറ്റേ ചന്ദന കളറിലെ ഷർട്ട്, അതിനകത്ത് കഥകളിയുടെ പടം, പിന്നെ നെറ്റിയിൽ കുറി. രാത്രി എന്താ ഇത്? രാത്രി ആയാലും ഫുൾ സെറ്റ്. കുറിയുടെ ബോക്സ് ഒക്കെ ഉണ്ട്. ഇത് മായഞ്ഞങ്ങാണം പണി അടിച്ച് തൊട്ടങ്ങ് വെക്കും. മനസ്സിലായോ? ഇതിലെ കറക്റ്റില് സിനിമയ്ക്കത്തില്ല, നമ്മുടെ ലൂസിഫറിനകത്ത് കാണിക്കത്തില്ലേ, ജിതൻ രാംദാസിനെ കൊണ്ടുവരത്തില്ല, ആ സെറ്റപ്പാ. എടേ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാല് രാത്രി ആയാലും നീ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാല് വോട്ട് കിട്ടത്തുള്ളൂ. ഫുള്ള് ഹിന്ദുക്കളാണെന്ന്. മുസ്ലിംസ് ഉള്ള ഏരിയ പോകുമ്പോഴത്തേക്ക് അണ്ണൻ എനിക്കൊന്ന് ഈ ഷർട്ടൊക്കെ മാറ്റി പച്ച ഷർട്ടാക്കും, പച്ച ഷർട്ടും വെള്ളമുണ്ടാക്കും. എന്നിട്ട് നെറ്റിയിൽ കുറച്ച് തഴമ്പൊക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് വെക്കുമെന്ന് തോന്നുന്നു. മുടിയൊക്കെ ചിലപ്പോൾ എണ്ണ വെച്ചിങ്ങനെ പറ്റിച്ച് നീട്ടിയൊക്കെ അങ്ങ് വെക്കും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. അത് മുസ്ലിംസിന്റെ വോട്ട് വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ അവർക്ക് അതിൻ്റെ ഒരു അലർജി ഉണ്ടെന്ന് തോന്നുന്നല്ലോ അങ്ങനെ. പക്ഷെ ഇതൊന്നും അല്ല, അണ്ണന്റെ നിലപാടുകളാണ് നിലപാട്. ഇത്രയും ഒരു നിലപാടുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒരു കിടില നിലപാടുകളുള്ള മനുഷ്യനെ കണ്ടില്ല. അണ്ണന്റെ കുറച്ച് നിലപാടുകൾ നമുക്ക് കാണാം ഗൈസ്. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഞങ്ങളിപ്പോ തിരിച്ചറിയണ്ട. അണ്ണന് സംഖ്യയാവാൻ പറ്റത്തില്ല. അണ്ണൻ ത്രിസംഖ്യയായിരിക്കുകയാണ് ഗൈസ്, ത്രിസംഖ്യ. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കുന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക നമ്മൾ കണ്ട്. അണ്ണൻ ഇപ്പൊ സ്വതന്ത്രനായിട്ടാണല്ലോ തൃക്കാക്കരയിൽ ചക്കച്ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണ്, അതാണ് ഒരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇത് തന്നെയാണ് ജനങ്ങളും പറയുന്നത്. ആദ്യം നിനക്കൊക്കെ ഒരു നിലപാട് വേണം. ഇപ്പൊ പിന്നെ നട്ടല് വളഞ്ഞിട്ടേ ഇല്ല. നട്ടലിൽ പോയാണ്ട് യു പോലെ ഇരിക്കുകയെന്ന് തോന്നുന്നു. യു പോലെ ഇങ്ങനെ കുനിഞ്ഞ്. BJP-ക്കാര് കോട്ടാത്തിലെ ചെന്ന് കൊട്ടക്കണക്കിന് പൈസ കൊടുത്തപ്പോഴത്തേക്ക് ഇത് പിടിച്ചപ്പോഴത്തേക്ക് അണ്ണന്റെ നട്ടൽ ഇങ്ങനെ വളഞ്ഞു വന്ന് കഴിച്ചു. അതാണ് സംഭവിച്ചത്. അല്ലാതെ അണ്ണനായിട്ട് വളച്ചതൊന്നും അല്ല കേട്ടോ. ഇനി മുൻപ് പറഞ്ഞ വേറൊരു കാര്യം കൂടെ നമുക്ക് കേൾക്കാം ഗൈസ്. BJP പറ്റിയാണ് കേട്ടോ. കീറുന്നതിന് മുമ്പ് പണ്ട് പറഞ്ഞതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, BJP-യുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. വളരെ ശരിയാണ്. എന്നിട്ട് ഭീകരമായ വിഭാഗീയത. അപ്പൊ അതായത് ഇപ്പം BJP-ക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നും അല്ല. പക്ഷെ രണ്ടു പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറി ഇട്ടിട്ടുണ്ടല്ലോ, ഇവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP-ആണ്. അണ്ണേ നട്ടലിന്റെ സർജറി എന്നായിരുന്നു അണ്ണേ? അതവിടെ കാണാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല നേരത്തെ എന്തോ ഒരു നട്ടല് ഉണ്ടെന്നൊക്കെ എങ്ങനെയൊക്കെ എന്തോ ഒരു പറയുന്ന ഡയലോഗ് കേട്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ആ നട്ടൽ എന്ന് പറയുന്ന സാധനം ഉണ്ടോ സംശയമാണ്. സർജറി നടത്തിയായിരുന്നു, നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. എപ്പോഴായിരുന്നു ഇത് പരിപാടി? ദേശീയതയെ വിറ്റ് കാശാക്കുന്ന പണിയാണ് BJP-ക്കുള്ളത്. അതാണ് വ്യത്യാസം.
എങ്ങനെ മനോഹരമായി ദേശീയതയെയും രാജ്യസ്നേഹത്തെയും കൺവേർട്ട് ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് വളരെ വ്യക്തമായ ബോധ്യമാണ് BJPക്കുള്ളത്. ഇതൊക്കെ കാണുമ്പോഴാ ചിരിക്കാതിരിക്കുന്നത്. ചിരിച്ചു എന്റെ വാഴപ്പിണ്ടിക്ക് പോലും സ്കോപ്പ് ഇല്ലാതാക്കി കളഞ്ഞല്ലോടാ മോനെ നിന്റെ നട്ടലിന്റെ അടുത്ത്. വാഴപ്പിണ്ടിക്ക് പിന്നെയും കട്ടിയുണ്ട്, ഇത് അതുമില്ല. വാഴപ്പിണ്ടിയുടെ സ്കോപ്പ് പോലും ഇല്ല. സമ്മതിച്ചു തന്നിരിക്കുന്നു മാരാറെ, സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത്രയും അവരാധിച്ചിട്ട് ആ പാർട്ടി തന്നെ പോയി ചേരാനുള്ള ഒരു ഉളുപ്പില്ലായ്മ, അത് സമ്മതിക്കണോടെ. കാട്ടാമൃഗത്തിന്റെ മുമ്പിലൊക്കെ പോയി നിക്കല് കേട്ടാ, അത് തലതല്ലി ചത്തുകളയും. ഓന്ത് പോലും ഈ രീതിയിൽ നിറമാറൂല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മാരാറുടെ ഒരു വിഷൻ ഉണ്ട്, അത് ഭയങ്കരമാണ്. പുള്ളി പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. നമ്മൾ എത്ര കളിയാക്കിയാലും പുള്ളി പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നമ്മൾ 100% നമ്മൾ അംഗീകരിക്കും. ശരിക്കും ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു വിഷൻ ഉള്ള ഒരു ലീഡർ ആയിരിക്കണം രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് പറയും. ഞാൻ എപ്പോഴും പറയും, എപ്പോഴും വിഷണറി ആയിരിക്കണം. അതെ. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിരത്തുകൾ നമ്മൾ നോക്കണം. റോഡുകൾക്ക് വീതി കൂട്ടാനുള്ള സ്പേസിലാണ് ബ്രിട്ടീഷുകാരെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവൻ ചിലപ്പോൾ അന്നത്തെ റോഡ് ചെറുതായിരിക്കും, പക്ഷെ അവൻ അപ്പുറം ഇപ്പുറം അത്രയും, അതായത് ഡൽഹി ഇന്ത്യൻ തലസ്ഥാന നഗരി ആണെന്ന്, ഇത് ഇതുപോലെ ഡെവലപ്പ് ആകുമെന്ന് 100 വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ ഒരു പക്ഷേ ഒരു 10-15 വർഷം മുമ്പ് ഉണ്ടാക്കിക്കുന്ന റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം മൊത്തം മുളച്ചുകൊണ്ടിരിക്കുന്ന കടകളാണ്. ഇവിടെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവനോ ഒരു ബിസിനസ് തുടങ്ങി 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിക്കാൻ വരികയാണ്. അപ്പൊ എന്തുകൊണ്ടാ വിഷണറി അല്ലവൻ. അതുപോലെ 10-20 വർഷം കഴിയുമ്പോൾ ജനത്തിനുണ്ടാവുന്ന മാറ്റത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടൊരു പദ്ധതി കൊണ്ടുവരണം. അതാണ് മാരാർ. കൃത്യം ജനത്തിനുണ്ടാവുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ മാരാർ, ഇത്രയും വിഷനൊക്കെ ഉള്ള മാരാർ കുറച്ച് നാൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമൊന്നും അല്ലല്ലോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ. അല്ല, ഇത്രയും വിഷനുള്ള അന്ന് BJP ഇരുന്ന് കാട്ടവരാതെ അപരാധിച്ചിട്ട് ഇപ്പൊ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് BJPയുടെ സ്ഥാനാർത്ഥി. വിഷൻ പീക്ക്, സൂപ്പർ വിഷൻ. ഇതിനെയാണ് വിഷൻ എന്ന് പറയുന്നത് ഗൈസ്, ഇതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. സൂപ്പർ. ഇത്രയും വിഷനുള്ള ഒരു കാൻഡിഡേറ്റിനെ ഞാൻ എന്റെ ജന്മത്ത് കണ്ടിട്ടില്ല. അത്രയും അധികം വിഷനുണ്ട്. വായ്ത്താളത്തിന് മാത്രം ഒരു കുഴപ്പവും ഇല്ല. അപ്പം ബിഗ് ബോസ് കാണുന്ന എല്ലാവരും മാരാർക്ക് വോട്ട് കൊടുക്കണം എന്നാണ് മാരാർ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ഇപ്പം ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും മാരാറെ പറ്റി അറിയായിരിക്കും. അപ്പൊ മാരാർ വിജയിക്കണം, തൃക്കാക്കരയുടെ ഭാഗ്യമാണ് മാരാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും മാരാർക്ക് വോട്ട് കൊടുക്കുക ഗൈസ്. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് കുണ്ടറയിലോട്ട് പോകാം. കുണ്ടറയിൽ ഒരു മഹാനിരിപ്പുണ്ട്, നമ്മുടെ സ്വന്തം റോബിൻ. അപ്പം അടുത്ത വീഡിയോയിൽ അത് ഞാൻ അടുത്ത ചാനലിലായിരിക്കും ഇടുന്നത്. ഓക്കെ, അപ്പൊ ശരി.